നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാനമായ കുതിച്ചുചാട്ടത്തിൻ്റെ അടയാളമായി മാറുകയാണ് DRDOയുടെ പ്രോജക്റ്റ് ധ്വനി. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ലോകരാജ്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിൽ ഭാരതം സ്വന്തമായി വികസിപ്പിക്കുന്ന ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന ഒന്നായിരിക്കും. ഹൈദരാബാദിലെ ഒരു സ്വകാര്യ പ്രതിരോധ നിർമ്മാണ യൂണിറ്റിൽ നിന്നും പുറത്തു വന്ന പുതിയ ചിത്രങ്ങൾ, പ്രോജക്റ്റ് ധ്വനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ DRDOയുടെ പരീക്ഷണശാലകളിൽ നിന്ന് പുറത്തേക്ക് വന്ന് രാജ്യത്തെ സ്വകാര്യ വ്യവസായം ശൃംഖലകളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഈ വികസനം ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു നിർണായക കാൽവെപ്പായി കണക്കാക്കപ്പെടുന്നു. പ്രോജക്റ്റ് ധ്വനിയുടെ ഭാഗമായി വികസിപ്പിക്കുന്ന വേവ് റൈഡർ മാതൃകയിലുള്ള എയർഫ്രെയിം ഘടനകളാണ് സ്വകാര്യ സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ചത്. ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ആയുധ സംവിധാനം ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും അനായാസം മറികടക്കാൻ കഴിവുള്ളതാണ്. ഇതിൻ്റെ എയർഫ്രെയിം നിർമ്മാണം ഇപ്പോൾ സ്വകാര്യ കമ്പനികൾ ഏറ്റെടുക്കുന്നത് ഭാവിയിൽ ഈ ആയുധങ്ങളുടെ വൻതോതിലുള്ള ഉൽപ്പാദനം സാധ്യമാക്കാൻ സഹായിക്കും. പരീക്ഷണ ഘട്ടത്തിലുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങളിലുള്ളതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഘടനാപരമായ ബലപരിശോധന, താപ പ്രതിരോധ സംവിധാനങ്ങളുടെ സംയോജനം തുടങ്ങിയ നിർണായക പരീക്ഷണങ്ങൾക്കാണ് ഈ ഘടകങ്ങൾ ഉപയോഗിക്കുന്നത്. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് അതിശക്തമായ താപനിലയെ അതിജീവിക്കുക എന്നതാണ്. അന്തരീക്ഷത്തിലൂടെ അത്യന്തം വേഗത്തിൽ കുതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ ചൂടിനെ പ്രതിരോധിക്കാൻ കാർബൺ, സിലിക്കൺ കാർബൈഡ് തുടങ്ങിയ അത്യാധുനിക പദാർത്ഥങ്ങളാണ് ഈ പേടകത്തിൽ ഉപയോഗിക്കുന്നത്. ഇത്തരം വസ്തുക്കൾ എയർഫ്രെയിമുമായി ചേർത്ത് നിർത്തുന്നതിൽ വിജയിക്കുക എന്നത് എഞ്ചിനീയറിംഗ് രംഗത്തെ വലിയൊരു നേട്ടമാണ്. DRDOയുടെ അഡ്വാൻസ് സിസ്റ്റംസ് ലബോറട്ടറി, എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി തുടങ്ങിയ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന ഈ പദ്ധതി ഇന്ത്യയുടെ തദ്ദേശീയമായ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മേന്മ വിളിച്ചോതുന്നു. ഈ പ്രോജക്റ്റിൻ്റെ ഘടകങ്ങളിൽ 70%-ലധികം തദ്ദേശീയമായി നിർമ്മിച്ചവ ആകണം എന്നതാണ് DRDOയുടെ പ്രധാന ലക്ഷ്യം. 2029-30ഓടെ പ്രോജക്റ്റ് ധ്വനി പൂർണ്ണമായും സേനയുടെ ഭാഗമാക്കാൻ സാധിക്കുമെന്നാണ് DRDOയുടെ നേതൃത്വം നൽകുന്ന സൂചനകൾ. ഇതിനായുള്ള അടുത്ത പരീക്ഷണങ്ങൾ വരും വർഷങ്ങളിൽ നടക്കും. അഗ്നി പരമ്പരയിലുള്ള മിസൈലുകൾക്ക് മുകളിൽ ഘടിപ്പിച്ച് വിക്ഷേപിക്കുന്ന ബൂസ്റ്റ് ഗ്ലൈഡ് സംവിധാനമാണ് ധ്വനിയുടെ അടിസ്ഥാനം. അന്തരീക്ഷത്തിൽ എത്തിയ ശേഷം മിസൈലിൽ നിന്ന് വേർപെട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് ഗ്ലൈഡ് ചെയ്തെത്തുന്ന ഈ സംവിധാനം ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ പ്രാപ്തമാണ്. ഇത്തരമൊരു സാങ്കേതിക വിദ്യ കൈവരിക്കുന്നതോടെ ലോകത്തെ ചുരുക്കം ചില ഹൈപ്പർസോണിക് ശക്തികളിൽ ഒന്നായി ഭാരതം മാറും. ശബ്ദത്തേക്കാൾ 5 മടങ്ങിലധികം വേഗത്തിൽ, അതായത് മണിക്കൂറിൽ 10,000-കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡർ വെഹിക്കിളുകളുടെ പ്രവർത്തന രീതി തികച്ചും സങ്കീർണവും എന്നാൽ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ശത്രുവിൻ്റെ കോട്ടകളെ തകർത്തെറിയാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ ആക്രമണം നടത്തുന്ന രീതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആഗോള പ്രതിരോധ രംഗത്ത് വലിയ ചർച്ചാ വിഷയമാണ്. പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും ക്രൂയിസ് മിസൈലുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പാതയാണ് ഇവ ആക്രമണത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ തങ്ങളുടെ ആക്രമണ പരമ്പര ആരംഭിക്കുന്നത് ഒരു റോക്കറ്റ് ബൂസ്റ്ററിൻ്റെ സഹായത്തോടെയാണ്. ഇന്ത്യയുടെ പ്രോജക്റ്റ് ധ്വനി പോലെയുള്ള പദ്ധതികളിൽ കാണുന്നത് പോലെ ശക്തമായ ഒരു ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് ബൂസ്റ്റർ ഈ പേടകത്തെ അന്തരീക്ഷത്തിൻ്റെ ഉപരിഭാഗത്തേക്ക് അതിവേഗതയിൽ എത്തിക്കുന്നു. ആവശ്യമായ ഉയരവും ഭ്രമണപഥ വേഗതയും കൈവരിച്ചു കഴിഞ്ഞാൽ ഗ്ലൈഡ് വെഹിക്കിൾ ബൂസ്റ്ററിൽ നിന്ന് വേർപെടുന്നു. ഈ വേർപെടലിന് ശേഷമാണ് ഹൈപ്പർസോണിക് പേടകത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് തൊട്ടുമുകളിലോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിനുള്ളിലൂടെയോ ഭീകരമായ വേഗതയിൽ ഇത് കുതിച്ചു തുടങ്ങുന്നു. പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകൾ ആകാശത്തേക്ക് ഉയർന്ന ശേഷം ഒരു നിശ്ചിത പാരാബോളിക് പാതയിലൂടെ കൃത്യമായ ദിശയിൽ താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയ്ക്ക് സഞ്ചാരപാത ഇടയ്ക്ക് വെച്ച് മാറ്റാൻ കഴിയും എന്നതാണ്. അഥവാ ഇവയ്ക്ക് സ്വന്തമായി ഒരു കൃത്യമായ ദിശ നിശ്ചയിക്കാനും ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സഞ്ചാരപാതയിൽ മാറ്റം വരുത്താനും സാധിക്കും. വേവ് റൈഡർ രൂപകൽപ്പനയാണ് സാധാരണയായി ഇത്തരം പേടകങ്ങളിൽ ഉപയോഗിക്കുന്നത്. പേടകം സൃഷ്ടിക്കുന്ന സ്വന്തം ആഘാത തരംഗങ്ങളിൽ സർഫ് ചെയ്തതുപോലെയുള്ള പ്രത്യേക യാത്രാ രീതിയാണ് ഇവ അവലംബിക്കുന്നത്. ഇത് ഉയർന്ന ലിഫ്റ്റ് ടു ഡ്രാഗ് അനുപാതം നിലനിർത്താൻ സഹായിക്കുകയും കുറഞ്ഞ ഊർജ്ജത്തിൽ ദൂരസ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ അവയെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ലക്ഷ്യസ്ഥാനത്തോടടുക്കുമ്പോൾ
ഈ പേടകങ്ങൾ നടത്തുന്ന ആക്രമണം അതീവ വിനാശകരമായിരിക്കും. സാധാരണ മിസൈലുകളെ മുൻകൂട്ടി കണ്ട് റഡാറുകൾക്ക് തടയാൻ സാധിക്കുമെങ്കിൽ ഹൈപ്പർസോണിക് വെഹിക്കിളുകളുടെ അവിശ്വസനീയമായ വേഗതയും അപ്രതീക്ഷിതമായ ദിശമാറ്റവും ശത്രുവിൻ്റെ ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കും. ശബ്ദാതീത വേഗതയിൽ അന്തരീക്ഷത്തിലൂടെ കുതിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ ചൂടിനെയും കർഷണത്തെയും അതിജീവിക്കാൻ കാർബൺ, സിലിക്കൺ കാർബൈഡ് തുടങ്ങിയ അത്യാധുനിക താപപ്രതിരോധ പാളികളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടുമുകളിൽ വെച്ച് കുത്തനെ താഴേക്ക് പതിക്കുന്ന ഈ പേടകങ്ങൾക്ക് തങ്ങളുടെ കൈവശമുള്ള സ്ഫോടക വസ്തുക്കളോ അല്ലെങ്കിൽ അതിവേഗതയുടെ ചലന ഊർജ്ജമോ ഉപയോഗിച്ച് ഭൂമിക്കടിയിലെ ബങ്കറുകളെയും ശത്രുവിൻ്റെ കമാൻഡ് സെൻറ്ററുകളെയും നിമിഷനേരം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ശത്രുവിന് പ്രതിരോധിക്കാൻ പോലും സാവകാശം നൽകാതെ മിന്നൽ പിണറുപോലെ വന്ന് പതിക്കുന്ന വിനാശകരമായ ഒരു ആധുനിക യുദ്ധോപാധിയാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ. ഇന്ത്യയുടെ സ്വകാര്യ മേഖലയെ കൂടി ഈ വമ്പൻ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് പ്രതിരോധ ഉൽപ്പാദനത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വൻ മാറ്റങ്ങളുടെ സൂചനയാണ്. സ്വകാര്യ കമ്പനികളുടെ നിർമ്മാണശേഷിയും DRDOയുടെ ഗവേഷണ മികവും ഒന്നിക്കുമ്പോൾ അത് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ഭദ്രമാക്കും. ലോകത്തിലെ പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാക്കാനും ഇത്തരം പരീക്ഷണങ്ങൾ സഹായകരമാകും. എന്തായാലും വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് ഹൈപ്പർസോണിക് ലോകത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന് ഉറപ്പാണ്. DRDOയുടെ ഈ നിർണായക പദ്ധതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആയുധ നിർമ്മാണമല്ല, മറിച്ച് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള വലിയൊരു കാൽവയ്പ്പാണ്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ പോലെയുള്ള അതീവ അത്യാധുനിക ആയുധവിദ്യകൾ ഇന്ത്യ സ്വന്തമാക്കുകയും വിജയകരമായി വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പ്രതിരോധ തന്ത്രങ്ങളെയും സൈനിക കണക്കുകൂട്ടലുകളെയും സാരമായി ബാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. ദക്ഷിണേഷ്യൻ മേഖലയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് പദ്ധതികൾ. പരമ്പരാഗതമായി ഇന്ത്യക്കെതിരെ സൈനിക മേധാവിത്വമോ ആയുധ തുല്യതയോ അവകാശപ്പെട്ടിരുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇത്തരം സാങ്കേതിക മുന്നേറ്റങ്ങൾ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പാകിസ്ഥാൻ്റെ നിലവിലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന പേടകങ്ങളെ തടയാൻ യാതൊരുവിധ മാർഗവുമില്ല എന്നതാണ് പ്രധാന വസ്തുത. തങ്ങളുടെ അതിർത്തിക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളെ മിനിറ്റുകൾക്കകം തകർത്തെറിയാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്ന ഈ സാങ്കേതികവിദ്യ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളിലും തന്ത്രപ്രധാനമായ ആസ്ഥാനങ്ങളിലും വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. മറുവശത്ത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു സൈനിക ശക്തിയായ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഹൈപ്പർസോണിക് വികസനം അവരുടെ പ്രതിരോധ കണക്കുകൂട്ടലുകളെ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയിൽ മുൻപന്തിയിലുള്ള ചൈന ഇന്ത്യ തദ്ദേശീയമായി ഇത്തരം ആയുധങ്ങൾ വികസിപ്പിക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പ്രോജക്റ്റ് ധ്വനി പോലെയുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിർത്തി പ്രദേശങ്ങളിലും ചൈനയുടെ നാവിക വ്യോമ ആധിപത്യത്തിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. ചൈനയുടെ കൈവശമുള്ള അത്യാധുനിക ആൻറ്റി മിസൈൽ ഷീൽഡുകളെയും റഡാർ സംവിധാനങ്ങളെയും അനായാസം മറികടക്കാൻ ശേഷിയുള്ളതാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ. അതിനാൽ ഇന്ത്യയുടെ ഈ സാങ്കേതിക വളർച്ച ഇരു രാജ്യങ്ങൾക്കുമേൽ ശക്തമായൊരു നയതന്ത്ര സൈനിക സമ്മർദ്ദം ചെലുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ ഹൈപ്പർസോണിക് മുന്നേറ്റം പാകിസ്ഥാനും ചൈനയ്ക്കും നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. തങ്ങളുടെ പരമ്പരാഗത ആയുധശേഖരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടോ മാത്രം ഇനി ഇന്ത്യയുടെ പുതിയ സൈനിക കരുത്തിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് ആ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. ഇത് മേഖലയിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് വഴിയൊരുക്കുമെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സുരക്ഷയും തന്ത്രപരമായ മേധാവിത്വം ഉറപ്പാക്കാനും ശത്രു രാജ്യങ്ങളിൽ ശക്തമായൊരു പ്രതിരോധ ഭയം സൃഷ്ടിക്കാനും ഈ സാങ്കേതികവിദ്യ ഏറെ സഹായകരമാകും. ഏതായാലും ദക്ഷിണേഷ്യയിലെ ഭാവി യുദ്ധതന്ത്രങ്ങളുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരിക്കും ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ പദ്ധതികളുടെ വിജയം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.